നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബ്ലോക്ക് ഓഫ് മാസ് m ഈസ് പ്ലേസ്ഡ് ഓൺ എ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ഇൻക്ലിനേഷൻ വിത്ത് ദ ഹൊറിസോണ്ടൽ. ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ പ്ലെയിൻ ഓൺ ദ ബ്ലോക്ക് ഹാസ് എ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ കയ്യിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ അകത്ത് ആരുണ്ട്, ഒരു ബ്ലോക്ക് ഇരിപ്പുണ്ട്. ആ ബ്ലോക്കിന് ഒരു മാസ് m ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ നമ്മുടെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ θ° ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ, അതാണ്ട് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈ ബ്ലോക്കിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണേ. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്കത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ അറിയാം. ഇത് θ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന എന്തായിരിക്കും, താഴേക്ക് ഭൂമി പിടിച്ച് വലിക്കുന്നത് mg ആയിരിക്കും അവിടെ അനുഭവപ്പെടുന്ന വെയിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് കമ്പോണൻസ് ഉണ്ടാവുമല്ലോ. അതാ ഇങ്ങോട്ടൊരു കമ്പോണന്റ് ഉണ്ടാവും, ഇങ്ങോട്ടൊരു കമ്പോണന്റ് ഉണ്ടാവും. ഈ കമ്പോണന്റ് എന്താ mg sin θ ആണ്, ഈ കമ്പോണന്റ് mg cos θ ആണ്. നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതിന് വേറെ മോഷനും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ അവിടെ നമുക്ക് ആ ഫോഴ്സിന്റെ വാല്യൂ കിട്ടും എത്രയെന്ന്, mg cos θ ആണ്. കാര്യം ഇത് ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഫോഴ്സിനെ mg cos θ ബാലൻസ് ചെയ്തല്ലേ വരത്തുള്ളൂ. സോ നമുക്ക് ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടുവാടാ, mg cos θ എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ആൻസർ എന്താ, ഓപ്ഷൻ 3 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Two blocks are in contact on a frictionless table. One has mass m and the other 2m. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ഫ്രിക്ഷൻലെസ് ടേബിളിന്റെ മണ്ടയിൽ നമ്മൾ 2 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ഒരാളുടെ മാസ് 2m ഉം അടുത്ത ആളുടെ മാസ് m ഉം എന്ന് പറഞ്ഞിട്ടുണ്ട്. A force F is applied on 2m as shown in the figure. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്തു, F എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മൾ 2m ലേക്ക് കൊടുത്തു. ഇതിന് ഞാൻ ഫിഗർ 1 എന്ന് എടുക്കുവാണേ. അടുത്ത നോക്കിയേ. Now the same force F is applied from the right on the m. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താ ചെയ്തത്, രണ്ടാമത്തെ കണ്ടീഷൻ ആയ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിലേക്ക് വന്ന സമയത്ത് നമ്മൾ ആ സെയിം ഫോഴ്സ് എഫ് എവിടെ കൊടുത്തു, അതാണ്ട് ഈ സ്മാൾ ലെറ്റർ എമ്മിലേക്ക് നമ്മൾ, അല്ലെ എം മാസമുള്ള ആ ഒരു ബോഡിയിലേക്ക് നമ്മൾ കൊടുത്തു. ഇൻ ദ 2 cases respectively the ratio of force of contact between the 2 blocks will be. അപ്പൊ ഈ 2 കേസിലും എന്തുണ്ടാവും, ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ ഇവരെ ചേർത്ത് വെച്ചേക്കുന്നതുകൊണ്ടൊക്കെ തന്നെ എന്തുണ്ടാവും, ഇവർക്കിടയിൽ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ആ 2 കോണ്ടാക്ട് ഫോഴ്സുകൾക്കിടയിലുള്ള അല്ലെങ്കിൽ ആ 2 കോണ്ടാക്ട് ഫോഴ്സുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. ഇവിടുത്തെ കോണ്ടാക്ട് ഫോഴ്സ് ആരാ, നോർമൽ ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താടാ, n1/n2 നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, നോർമലി നമ്മൾ അവിടുത്തെ നെറ്റ് ആക്സലറേഷൻ കണ്ടുപിടിക്കും. ഇവിടെ പക്ഷേ റേഷ്യോ എടുക്കേണ്ട കണക്കായിട്ട് നമുക്ക് നെറ്റ് ആക്സലറേഷൻ കണ്ടുപിടിക്കേണ്ട, നമുക്ക് എ നെറ്റിനെ നമുക്ക് എ എന്ന് തന്നെ എടുക്കാം. ഇനി ഇത് കണ്ടുപിടിക്കണം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചാൽ നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് മാസ് എടുത്ത, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്, നെറ്റ് മാസ് എന്ന് പറയുമ്പോൾ എത്ര വരും, 2m + m എന്ന് പറയുന്നത് എത്ര വരും, ഇവിടെ 3m വരും. അപ്പൊ F/3m ആണ് നമുക്ക് ഇവിടുത്തെ നെറ്റ് ആക്സലറേഷൻ. ഈ ക്വസ്റ്റിൻ്റെ അതിന്റെ ആവശ്യമുള്ള കാര്യം, നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ ആക്സലറേഷൻ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് ക്യാൻസൽ ആയി പൊക്കോളും. സോ നമുക്കത് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ ആദ്യമേ n1 കണ്ടുപിടിക്കണം. n1 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതാ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാം, ഒന്നെങ്കിൽ നമുക്ക് 2m എടുത്തിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. പക്ഷെ ഞാൻ 2m എടുത്ത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കത്തില്ല. കാര്യം എന്താ, ഇതാന്ന് നോക്കിയേ, 2m എടുത്ത് ഞാൻ FBD ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടൊരു എക്സ്റ്റേണൽ ഫോഴ്സ് F ആക്ട് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു നോർമൽ ഫോഴ്സ് N1 ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് വേണ്ടാന്ന് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ കുഞ്ഞെമ്മിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കാം. നോക്കിയേ, ഇപ്പൊ ഈ സ്മാൾ ലെറ്റർ എമ്മിലേക്ക് ആക്ട് ചെയ്യുന്ന ആരുണ്ടടാ, ആക്ട് ചെയ്യുന്ന ആകെ ഒരൊറ്റ ഫോഴ്സേ ഉള്ളതാരാ, അയ്യോ അത് ഇവിടെ നല്ലോ വരേണ്ടുന്നത്, അതിപ്പുറത്തെ സൈഡിൽ അങ്ങോട്ടല്ലേ ആക്ട് ചെയ്യത്തുള്ളൂ, അത് N1 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ N1 കണ്ടുപിടിക്കും, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് F = mass × acceleration. സോ നമുക്ക് എന്ത് എഴുതാം, N1 = mass, നമ്മൾ എടുത്ത കൺസിഡർ ചെയ്ത ബ്ലോക്കിന്റെ മാസാ കൊടുക്കേണ്ടത്. സോ അതിന്റെ മാസ് എന്ന് പറയുന്നത് ചെറിയ ലെറ്റർ m തന്നെയാണ്. അതിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എത്ര, F/3m ആണ്. ഞാൻ അങ്ങനെ എഴുതുന്നില്ല, ആക്സലറേഷൻ നെറ്റ് ആക്സലറേഷൻ A എന്ന് ഞാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ A നെറ്റ് എന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ ആണേ. ഇനി നോക്കിയേ, ഇനി എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്, ഈ സെയിം ഫോഴ്സ് തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ ആയപ്പോൾ എന്താ, ഈ സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞേക്കുന്നു. അപ്പൊ നമ്മൾ ആരുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം, ഈ എമ്മിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവത്തില്ല. കാര്യം 2 ഫോഴ്സ് വരുന്നുണ്ട്. അതേസമയം നമ്മൾ 2m വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, കോംപ്ലിക്കേഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, n2 കണ്ടുപിടിക്കാനായിട്ട് 2m വരയ്ക്കും. 2m വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും നോക്കിയേ, 2m വരച്ചാൽ ഇങ്ങോട്ട് നമുക്ക് n2 കിട്ടും. വേറെ ഫോഴ്സ് ഒന്നും അവിടെ ആക്ട് ചെയ്യുന്നില്ല. സോ നമുക്ക് ഡയറക്റ്റ് എഴുതാം, n2 = മാസ് × ആക്സലറേഷൻ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത മാസ് എത്രയാണ്, 2m ആണ്. സോ 2m × അവിടുത്തെ ആക്സലറേഷൻ A നെറ്റ് ആണ്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, n1/n2 അല്ലായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി റേഷ്യോ എടുത്താൽ പോരെ, m × A നെറ്റ് ഡിവൈഡഡ് ബൈ 2m × A നെറ്റ് എന്ന് വരും. ഈ A നെറ്റും A നെറ്റും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞത് നമ്മൾ അവിടെ നെറ്റ് ആക്സലറേഷൻ കണ്ടുപിടിക്കേണ്ടതാണ്. ഇവിടെ ഈ മാസം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ കിട്ടും എത്രയെന്ന്, 1:2 ആൻസർ കിട്ടും. എളുപ്പമല്ല ക്വസ്റ്റൻ അല്ലേ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും എത്ര സമയം എടുക്കുന്നത്, നമ്മൾ ചെയ്തു പോകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് ചെയ്യാൻ പറ്റും.
സോ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താടാ? ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാടാ 18ാമത്തെ ക്വസ്റ്റ്യൻ. 2 forces of 6 Newton and 3 Newton are acting on 2 blocks of 2 kg and 1 kg kept on a frictionless floor. What is the force exerted on 2 kg block by 1 kg block? നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് ബ്ലോക്കുകളെ നമ്മളൊരു ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സർഫസിൽ വെച്ചേക്കുവാണ്, ഒരു സ്മൂത്ത് സർഫസിൽ വെച്ചേക്കുവാണ്. ആ ബ്ലോക്കിന്റെ മാസ് എത്രയൊക്കെയാ? 2 കിലോഗ്രാമും 1 കിലോഗ്രാമും ആണ് മാസ്. 2 കിലോഗ്രാമിലേക്ക് 6 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ 1 കിലോഗ്രാമിലേക്ക് എത്ര അപ്ലൈ ചെയ്യുന്നുണ്ട്? 3 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് 1 കിലോഗ്രാം മാസ് ഉള്ള ആ ഒരു ബ്ലോക്ക് കാരണം 2 കിലോഗ്രാം മാസ് ഉള്ള ബ്ലോക്കിലേക്ക് എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അഥവാ ഈ കൊടുത്തേക്കുന്ന എൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ എൻ എങ്ങനെയാ വരുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ എന്നിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, എളുപ്പമല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? നമ്മുടെ നെറ്റ് ആക്സിലറേഷൻ കണ്ടുപിടിക്കും. കാര്യം ഈ എല്ലാ എൻറ്റയർ സിസ്റ്റം മൂവ് ചെയ്യുന്നത് ഒരു നെറ്റ് ആക്സിലറേഷൻ വെച്ചുകൊണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ ആ നെറ്റ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. നെറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാടാ? നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് മാസ് അല്ലേ എടുക്കേണ്ടത്? ആണേ. ഇനി ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്രയാ വരുന്നതെന്ന് നോക്കിയതാ. ഇവിടുന്ന് അങ്ങോട്ടൊരു 6 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 6 - 3 ഡിവൈഡഡ് ബൈ നെറ്റ് മാസ് എത്രയാ വരുന്നത്? 2 + 1 ദാറ്റ് ഈസ് 3 കിലോഗ്രാം എന്ന് വരും. 6 - 3 എത്രയാടാ? 3 ആണ്. ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 m/s². നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആക്സിലറേഷൻ കിട്ടും. എങ്ങോട്ടേക്കായിരിക്കും ആക്സിലറേഷൻ പോകുന്നുണ്ടാവുക? ഈ ഡയറക്ഷനിലേക്കായിരിക്കും ആക്സിലറേഷൻ. കാര്യം എന്താ? അങ്ങോട്ടേക്കാ കൂടുതൽ ഫോഴ്സ് കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് ആ ഒരു ഡയറക്ഷനിലായിരിക്കും നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നത്. ഇനി നോക്കിയേ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ആരെ കുറിച്ചാ കഥ പറഞ്ഞേക്കുന്നത്? 2 കിലോഗ്രാം മാസ് ഉള്ള ബ്ലോക്കിനെ കുറിച്ചാ കഥ പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? 2 കിലോഗ്രാം മാസ് ഉള്ള ബ്ലോക്കിന്റെ എന്ത് ചെയ്യും? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. ഓക്കെ ആണേ. അപ്പൊ ആ 2 കിലോഗ്രാം മാസ് ഉള്ള ബ്ലോക്കിന് 6 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ടൊരു നോർമൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആരാ? 1 കിലോഗ്രാം 2 കിലോഗ്രാമിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? നമ്മുടെ ഈ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ എന്തുണ്ട്? നോർമൽ ഫോഴ്സ് ഉണ്ട്. പിന്നെ പോരാത്തതിന് എന്തുണ്ട്? ഇവിടുന്ന് അങ്ങോട്ടൊരു ആക്സിലറേഷനും ഉണ്ട്. ബാക്കി നമുക്ക് സുഖമായിട്ട് ചെയ്തുകൂടെ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് നോർമലിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫോഴ്സ് നോക്കിയേ, ഇവിടുന്ന് അങ്ങോട്ട് എത്ര ഉണ്ട്? 6 ന്യൂട്ടൺ ഉണ്ട്. ആക്സിലറേഷൻ ആ ഡയറക്ഷൻ ആയതുകൊണ്ട് ഉറപ്പായിട്ടും 6 ന്യൂട്ടൺ ആയിരിക്കും വലിയ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ 6 - എന്നായിരിക്കും അവിടുത്തെ എന്ത്? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. എടുത്ത മനസ്സിലായല്ലേ? 6 - n എന്ന് എടുക്കാൻ കാര്യം എന്താ? ഞാൻ എന്താ തിരിച്ചെടുക്കാഞ്ഞത്? കാര്യം ആക്സിലറേഷൻ പോകുന്ന അതേ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആയിരിക്കും എന്ത്? എപ്പോഴും വലിയ വാല്യൂ ആയിട്ട് വരുന്നത്. സോ എനിക്ക് 6 - n എന്ന് എടുക്കാം. സോ 6 - n ഈസ് ഈക്വൽ ടു മാസ് എത്രയാടാ? 2 കിലോഗ്രാം ബ്ലോക്കിനെ മാത്രമല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ മാസ് എന്ന് പറയുന്നത് 2 ആണ്. ഇൻറ്റു ആക്സിലറേഷൻ എത്രയാ? 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടും 6 - n ഈസ് ഈക്വൽ ടു 2. അവിടെ നമുക്ക് എന്ത് എഴുതാം? n ഈസ് ഈക്വൽ ടു 6 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ന്യൂട്ടൺ എന്ന് എനിക്ക് ആൻസർ കിട്ടും. അങ്ങനെ ആൻസർ ഉണ്ടോ എന്ന് നോക്കിയോ? ഓപ്ഷനിൽ ഉണ്ടല്ലോ. ഓപ്ഷൻ 3യിൽ നമുക്ക് ആൻസർ അടപ്പുണ്ട്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബോഡി ഓഫ് മാസ് 40 gram ഈസ് മൂവിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് 2 cm/s ഓൺ എ ഹൊറിസോണ്ടൽ ഫ്രിക്ഷൻലെസ് ടേബിൾ. ദ ഫോഴ്സ് ഓൺ ദ ടേബിൾ ഈസ്. നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ഫ്രിക്ഷൻലെസ് ടേബിൾ ഉണ്ട്, സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. സ്റ്റേബിൾ അല്ല, ടേബിൾ ഉണ്ട്. അതിൻ്റെ അകത്ത് എന്തുണ്ട്? അതിനകത്തൊരു ബ്ലോക്ക് ഉണ്ട്. ആളുടെ മാസ് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 40 gram ആണ് ആളുടെ മാസ് എന്ന് പറഞ്ഞേക്കുന്നു. അയാൾ മുന്നോട്ടേക്ക് 2 cm/s വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ടേക്ക് നീങ്ങി പോകുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? ദ ഫോഴ്സ് ഓൺ ദ ടേബിൾ. ഈ ബ്ലോക്ക് ടേബിളിലേക്ക് കൊടുക്കുന്ന മാസ് ആണ്, അല്ലെങ്കിൽ മാസ് അല്ല, ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് എത്രയായിരിക്കും? ആ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റ് തന്നെയായിരിക്കും. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അതിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കണം. നമുക്ക് എടുക്കാലോ. എഫ് ഈസ് ഈക്വൽ ടു അതിന്റെ മാസ് എത്രയാടാ? 40 gram ആണ്. ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കുമ്പോൾ നമ്മൾ എന്തെടുക്കരുത്? 9.8 m/s² എന്ന് എടുക്കരുത്. കാരണം എന്താ? ഇവിടെ എല്ലാം ഡൈനിലാണ് കൊടുത്തേക്കുന്നത്. സോ നമ്മൾ cm/s² ആൻസർ വേണം എടുക്കാൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 980 cm/s² എന്ന് വേണം കൊടുക്കാൻ. സോ നമുക്ക് 40 × 980 അത്രയും ന്യൂട്ടൺ എന്ന് കിട്ടും. 98 × 4 ചെയ്യുമ്പോൾ എത്ര വരും? 2 പോയിട്ട് ഇവിടെ 3 9 4 36 3 39. അപ്പൊ 392 പിന്നെ ഒരു ഡബിൾ സീറോയും കൂടെ വരും. ഇത്രയും ന്യൂട്ടൺ അല്ല, ഇത്രയും ഡൈൻ ഫോഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ കൊടുക്കുന്നത്. ഇവിടെ ന്യൂട്ടൺ അല്ല കേട്ടോ, ഇവിടെ ഡൈൻ ആണ്. ഇവിടെയും ഡൈൻ ആണ്. സോ ഇത്രയും ഡൈൻ ഫോഴ്സ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു ടേബിളിലേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താടാ? ഓപ്ഷൻ 1 അല്ലേ നമ്മുടെ ആൻസർ? ഓക്കെ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ 20ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞേക്കുന്നേ? ഇഫ് ദ ടെൻഷൻ ഇൻ ദ കേബിൾ ഓഫ് 1000 kg എലിവേറ്റർ ഈസ് 1000 kg വെയിറ്റ്, ദ എലിവേറ്റർ ഈസ്
അപ്പൊ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ഒരു എലിവേറ്റർ ഉണ്ട്, എലിവേറ്ററിന്റെ മാസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 1000 കിലോഗ്രാം ആണ് എന്ത് നമ്മുടെ എലിവേറ്ററിന്റെ മാസ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണേ. അതിനകത്തേക്ക് ആക്ട് ചെയ്യുന്ന ടെൻഷൻ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടെൻഷൻ 1000 കിലോഗ്രാം വെയിറ്റ് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 1000 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ, 1000 ഇൻറ്റു 10 ന്യൂട്ടൺ അല്ലേ നമുക്കത് കിട്ടുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ മാസ് വരുന്ന എത്ര വരും, ഇവിടുത്തെ വെയിറ്റ് വരുന്ന എത്ര വരും, താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര വരുന്നത്, അതും 1000 ഇൻറ്റു 10 വരത്തില്ലേ. അപ്പൊ എന്താ, അത് അന്നേരം ഒന്നെങ്കിൽ എന്തിലായിരിക്കണം, റെസ്റ്റിലായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. സോ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ 4 മേ ബി അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ, 21ാമത്തെ ക്വസ്റ്റ്യൻ. An elevator weighing 3000 kilogram is pulled upward by a cable with an acceleration of 5 meter per second square, taking g to be 10 meter per second square. Then the tension in the cable is. അപ്പൊ കേബിളിന്റെ അകത്ത് അനുഭവപ്പെടുന്ന ടെൻഷൻ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാ, നമ്മുടെ കയ്യിൽ ഒരു എലിവേറ്റർ ഉണ്ട്, എലിവേറ്ററിന്റെ മാസ് പറഞ്ഞിട്ടുണ്ട് എത്രയെന്ന്, 3000 കിലോഗ്രാം ആണ് എലിവേറ്ററിന്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താഴേക്ക് എന്ത് ആക്ട് ചെയ്യും, താഴേക്ക് എം ജി ആക്ട് ചെയ്യും, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, താഴേക്ക് എം ജി ആക്ട് ചെയ്യും. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, നമ്മുടെ കയ്യിൽ ഒരു കേബിൾ ഉണ്ടായിരുന്നു, കേബിൾ വെച്ചിട്ട് ആളെ എന്ത് ചെയ്യണം, മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് ആൻ ആക്സിലറേഷൻ എത്രയാ, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിലാണ് എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് ഉയർത്തുന്നത്. ഉറപ്പായിട്ടും ഈ സ്ട്രിംഗിൽ എന്ത് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു കേബിളിൽ എന്ത് ആക്ട് ചെയ്യും, ടെൻഷൻ ആക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ, ആ ടെൻഷൻ എത്രയാണെന്നാ കണ്ടുപിടിക്കേണ്ടത്. എളുപ്പമല്ലേ, മുകളിലേക്കാണ് ആക്സിലറേഷൻ. സോ എനിക്ക് എന്ത് എഴുതാം, ടി മൈനസ് എം ജി ഇസ് ഈക്വൽ ടു എം എന്ന് എഴുതി കൂടെ, എഴുതാലോ. ഇവിടുന്ന് എനിക്ക് ഈസി ആയിട്ട് ടെൻഷന്റെ ഇക്വേഷൻ എഴുതാം. എന്താ, ടി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എന്ന് എഴുതാം. എം എന്ന് പറയുന്നത് എത്രയാടാ, മാസ് നമുക്ക് തന്നിട്ടുണ്ട് 3000 കിലോഗ്രാം ആണ്. സോ 3000 ഇൻറ്റു ജി പ്ലസ് എന്ന് പറയുമ്പോഴത്തേന് ജി 10 ആണ്, ആക്സിലേഷൻ എത്രയാ, 10 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ 3000 ഇൻറ്റു 15 എന്ന് വരും. അത് എത്രയാ, 45000 ന്യൂട്ടൺ ആയിരിക്കും. നമുക്ക് 45000 ന്യൂട്ടൺ ആയിരിക്കും എന്ത് വരുന്നത്, നമുക്ക് അവിടുത്തെ ടെൻഷൻ ആയിട്ട് ആ കേബിളിൽ അനുഭവപ്പെടുന്നത്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഇവിടെ, ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3 blocks are connected as shown in the figure on a horizontal frictionless table and pulled to the right with a force of T3 is equal to 60 Newton. If M1 is equal to 10 kilogram, M2 is equal to 20 kilogram and M3 is equal to 30 kilogram, then the tension T2 is. നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്മൂത്ത് ടേബിളിൽ 3 ബ്ലോക്കുകൾ എങ്ങനെ അടുക്കി വെച്ചേക്കുവാണ്. M1, M2, M3 ആണ് അതിന്റെ മാസ്. അതിനകത്ത് M1 മാസ് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്, 10 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. M2 മാസ് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 20 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. M3 മാസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 30 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റാണ്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്, ഇനി പറഞ്ഞിട്ടുണ്ട് ഒരു ഫോഴ്സ് T3 60 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്ലോക്കുകളെ റൈറ്റ് സൈഡിലേക്ക് പുള്ള് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വലിക്കുന്നുണ്ട്. ഓക്കെ ആണ്. അപ്പം എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നേക്കുന്നത് എത്രയാടാ, 60 ന്യൂട്ടൺ ആണ്. കാര്യം ഇവിടുന്ന് റൈറ്റിലേക്ക് വലിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആകെ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ആ T3 ആയിട്ടുള്ള 60 ന്യൂട്ടൺ ആണ്. സോ എക്സ്റ്റേണൽ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 60 ന്യൂട്ടൺ എന്ന്. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ T2 എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ T2നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സാധാരണ ചെയ്യുന്ന കണക്ക് ആദ്യമേ നെറ്റ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നെറ്റ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് അല്ലേ, എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും എക്സ്റ്റേണൽ ഫോഴ്സ് നമുക്ക് 60 ന്യൂട്ടൺ ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ചെയ്യുമ്പോൾ എത്രയാ, 3 2 5 1 6. സോ അതും നമുക്ക് എത്ര കിട്ടും, 60 കിലോഗ്രാം എന്ന് കിട്ടും. സോ 60 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന ആക്സിലറേഷൻ കിട്ടും. ഓക്കെ ആണേ. ഇനി നമുക്ക് T2 കണ്ടുപിടിക്കണം. ഞാൻ ഈ M3യുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് പോവാണ്. സോ M3യുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്കിനും M3 മാസ് എത്രയാ, 30 കിലോഗ്രാം ആണ്. 30 കിലോഗ്രാം. ഇങ്ങോട്ട് എന്തുണ്ട്, T3 ആക്ട് ചെയ്യുന്നുണ്ട്. അത് എത്രയായിരുന്നു, 60 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങോട്ടേക്കാണ് ആക്സിലറേഷൻ പോകുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് ആരുണ്ടടാ, ഇങ്ങോട്ടേക്ക് നമ്മുടെ T2 ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാ, T2നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ചെയ്തിരുന്ന അതേപോലെ ചെയ്യും. F = M അപ്ലൈ ചെയ്യും. നോക്കിയേ, 60 മൈനസ് T2 = M ഇൻറ്റു എ. M എത്രയാ, 30 ആണ്. ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം, T2 = 60 മൈനസ് 30 എന്ന് കിട്ടും. അവിടെ നമുക്ക് എന്ത് കിട്ടൂടാ, T2ന്റെ വാല്യൂ നമുക്ക് 30 ന്യൂട്ടൺ എന്ന ആൻസർ കിട്ടും. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ, ഉണ്ടല്ലോ. ഓപ്ഷൻ 3യിൽ നമുക്ക് 30 ന്യൂട്ടൺ കിടപ്പുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താ, ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ, 23ാമത്തെ ക്വസ്റ്റ്യൻ. എ യൂണിഫോം തിക്ക് റോപ്പ് ഓഫ് ലെങ്ത് 5 മീറ്റർ ഈസ് കെപ്റ്റ് ഓൺ എ ഫ്രിക്ഷൻലെസ് സർഫസ് ആൻഡ് എ ഫോഴ്സ് ഓഫ് 5 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ടു വൺ ഓഫ് ഇറ്റ്സ് എൻഡ്. ഫൈൻഡ് ടെൻഷൻ ഇൻ ദ റോപ്പ് അറ്റ് 1 മീറ്റർ
ഫ്രം ദിസ് എൻഡ്. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ കയ്യിൽ ഒരു യൂണിഫോം തിക്കായിട്ടുള്ള ഒരു വയറുണ്ട്. ഓക്കെ, നമ്മുടെ വയർ ഇതാണ്, യൂണിഫോം തിക്കായിട്ടുള്ള വയർ. അതിന് എത്ര മീറ്റർ ലെങ്ത് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്, 5 മീറ്റർ ലെങ്ത് അതിനുണ്ട്. ഓക്കെ ആണേ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഫ്രിക്ഷനിലെ സർഫസിലാണ് അതിനെ വെച്ചേക്കുന്നത്. അതിന്റെ ഒരു എൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. സോ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചോ. ഇനി എന്താ ചോദിച്ചേക്കുന്നത്, ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ റോപ്പ് അറ്റ് 1 മീറ്റർ ഫ്രം ദി എൻഡ്. ഈ എൻഡിൽ നിന്ന് 1 മീറ്റർ മാറിയിട്ട് ഇവിടെ അനുഭവപ്പെടുന്ന ടെൻഷൻ എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. സോ ഇത് 1 മീറ്റർ ആണ്, പോയിട്ട് ഇത് എത്ര മീറ്റർ ഉണ്ടാവും, ഇത് നമുക്ക് 4 മീറ്റർ ഉണ്ടാവും എന്ന് പറയാം. ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും, ഈ ടെൻഷൻ ആയിരിക്കും. അതായത് ഇത്രയും ഭാഗത്തെ മാസ് കാരണം അവിടെ അനുഭവപ്പെടുന്ന ടെൻഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണേ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കണക്ക് എന്ത് ചെയ്യും, ആദ്യം നമ്മൾ അവിടുത്തെ നെറ്റ് ആക്സിലറേഷൻ കണ്ടുപിടിക്കും. എങ്ങനെയാണ് നെറ്റ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് എക്സ്റ്റേണൽ ഡിവൈഡഡ് ബൈ അവിടുത്തെ ടോട്ടൽ മാസ് ആണ് നമുക്ക് അവിടുത്തെ എന്ത് കിട്ടുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാ, 5 ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ എഴുതണ്ട. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 5 ന്യൂട്ടൺ ആണ്. ഡിവൈഡ് ബൈ അവിടുത്തെ മാസ് എത്രയാണ് നമുക്ക് വരുന്നത്, മാസ് തന്നിട്ടില്ല. സോ ഞാൻ എന്തെടുക്കുവാണ്, എം എന്നവിടെ മാസ് എടുക്കുവാണ്. അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത് ചെയ്തത്, അവിടുത്തെ നെറ്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇനി എനിക്ക് ഇവിടുത്തെ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് എടുക്കാമല്ലോ, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ എടുത്തിട്ട് എനിക്ക് എടുക്കാം. ടി ഈസ് ഈക്വൽ ടു എം എ. ഇവിടെ ടെൻഷൻ, ഫോഴ്സിന് പകരം നമ്മൾ എന്തെടുത്തു, ടെൻഷൻ എടുത്തു. ഈ മാസ് എന്തായിരിക്കും ഇവിടെ, ഇത് മൊത്തത്തിലുള്ള മാസ് വരുമോ, ഇല്ല. ഇത്രയും ഭാഗത്തെ മാസ് മാത്രം മതി. കാരണം അത്രയും ഭാഗത്തെ മാസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ടെൻഷൻ അനുഭവപ്പെടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും ഭാഗത്തെ മാത്രം മാസ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും, മൊത്തത്തിലുള്ള മാസ് എം ആണ്. തന്നേക്കുന്ന വയർ ഒരു യൂണിഫോം എന്താന്ന് പറയുന്നുണ്ട്, യൂണിഫോംലി തിക്ക് റോപ്പ് എന്ന് പറയുന്നുണ്ട്. സോ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, m/5 ആയിരിക്കും. ഓക്കെ ആണ്. ലെങ്ത്, ടോട്ടൽ ലെങ്ത് എത്രയാ, 5 ആണ്. അപ്പം അതിൻ്റെ അകത്തുള്ള യൂണിറ്റ് ലെങ്തിലുള്ള മാസ് എന്ന് പറയുന്നത് m/5 ആയിരിക്കും. ഇത്രയും ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്ര ആയിടാ, ഇത്രയും ഭാഗം എന്ന് പറയുമ്പോൾ എത്രയായി, 4 മീറ്റർ ആയില്ലേ. സോ എനിക്ക് വേണ്ടുന്ന മാസ് എന്തായിരിക്കും, ആ 4 ഇൻറ്റു m/5 ആയിരിക്കും. ഇൻറ്റു എനിക്ക് എന്ത് വേണം, നെറ്റ് ആക്സിലറേഷൻ വേണം. ഇവിടെ എ എന്ന് എഴുതിയാൽ പോരാ, എ നെറ്റ് എന്ന് എഴുതണം. നെറ്റ് ആക്സിലറേഷൻ അല്ലേ വേണ്ടുന്നത്. സോ നെറ്റ് ആക്സിലറേഷൻ വേണം. അത് എത്രയാ, 5/m എന്ന് കണ്ടുപിടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 5/m. ഈ എമ്മും ഈ എമ്മും ക്യാൻസൽ ചെയ്ത് പോകും, ഈ 5ഉം ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണ് ബാക്കി എന്ത് കിട്ടും, ടെൻഷന്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടും, 4 ന്യൂട്ടൺ എന്ന് കിട്ടും. ഈസി അല്ലേ. സോ എനിക്ക് ആൻസർ കിട്ടി 4 ന്യൂട്ടൺ. ഓപ്ഷൻ 3 ആണ് എന്റെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. A block is dragged on a smooth plane with the help of a rope which moves with a velocity v. The horizontal velocity of the block is. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ v വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബ്ലോക്കിനെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്കിൽ അനുഭവപ്പെടുന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈസി അല്ലേ കണ്ടുപിടിക്കാൻ. ഇത് v വെലോസിറ്റി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് v വെക്ടർ ആണത്. ഇവിടെ നമുക്കൊരു തീറ്റ ആംഗിളും തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ചരിഞ്ഞ വെക്ടറിനെ കണ്ടാൽ നമ്മൾ അപ്പൊ തന്നെ റിസോൾവ് ചെയ്യും. സോ എനിക്ക് ഈ കമ്പോണന്റ് എത്ര കിട്ടും, വി കോസ് തീറ്റ എന്ന് കിട്ടും. ഈ കമ്പോണന്റ് എന്ത് കിട്ടും, വി സൈൻ തീറ്റ എന്ന് കിട്ടും. എന്തെങ്കിലും പാടുണ്ടോ, അപ്പൊ എനിക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി കിട്ടിയ എത്രയാണ്, വി സൈൻ തീറ്റ എന്ന്. ഈസി ക്വസ്റ്റൻ ആയിരുന്നു. സോ നമുക്ക് ആൻസർ എന്ത് വരും, ഓപ്ഷൻ 3 ആയിരിക്കും നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 persons are holding a rope of negligible weight tightly at its end so that it is horizontal. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, 2 മനുഷ്യന്മാരുണ്ട്. ഈ 2 മനുഷ്യന്മാരോട് എന്ത് ചെയ്യാണ്, ഒരു കയറിനെ ഇങ്ങനെ നീളത്തിൽ പിടിച്ചേക്കുവാണ്. അതാ നല്ല ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്താ കയറിന് പറയത്തക്ക വെയിറ്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണേ. A 15 kilogram weight is attached to the rope at the midpoint which now no longer remains horizontal. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താ ചെയ്തത്, ഇപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോപ്പിന്റെ, ഇത് റോപ്പാണ്, റോപ്പിന്റെ മിഡ് പോയിന്റിലേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു 15 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു 15 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റിനെ അല്ല, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് തൂക്കിയിട്ടു. ഓക്കെ, എന്തെങ്കിലും ഒരു കല്ലോ കട്ടയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ തൂക്കിയിടുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ റോപ്പ് ഈ കാണുന്ന ഒരു ഷേപ്പിലേക്ക് അങ്ങ് മാറിപ്പോവും. ഓക്കെ ആണേ. ദ മിനിമം ടെൻഷൻ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സ്ട്രൈറ്റൻ ദ റോപ്പ് ഈസ്. അപ്പൊ ആ റോപ്പിനെ തിരിച്ച് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ മിനിമം ടെൻഷൻ എത്രയാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുവാടാ, എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ ഇവിടെ ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനെ കമ്പോണന്റ് ആക്കി തിരിക്കുവാണ്. ഇവിടെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തീറ്റയെന്ന് തന്നെ കിട്ടും. സോ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ കമ്പോണന്റ് ആക്കി തിരിച്ചാൽ ഇങ്ങോട്ട് ടി കോസ് തീറ്റ കിട്ടും. അത് നമുക്ക് വേണ്ട. മേലോട്ട് എന്ത് കിട്ടും, മേലോട്ട് ടി സൈൻ തീറ്റ കിട്ടും. ഓക്കെ ആണേ. ഇവിടുന്നും അതേപോലെ മേലോട്ട് ടി സൈൻ തീറ്റ കിട്ടും. അപ്പൊ അവിടെ നെറ്റ് എത്ര കിട്ടുവാടാ, 2t സൈൻ തീറ്റ കിട്ടും. ഓക്കെ ആണേ. ഇനി ഇത് നേരെ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ 2 ഫോഴ്സും എന്തായിരിക്കണം,
ബാലൻസ്ഡ് ആയിരിക്കണം. അഥവാ എനിക്ക് ഇങ്ങനെ എഴുതാം, 2t sin theta ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണോടാ, mg ആയിരിക്കണം. എഴുതാലോ, എഴുതാം. ഇവിടെ നിന്ന് എനിക്ക് ടെൻഷന്റെ ഫോർമുല കിട്ടും, എന്താ, mg ഡിവൈഡഡ് ബൈ 2 sin theta എന്ന് എനിക്ക് ഫോർമുല കിട്ടും. ഇനി നോക്കിക്കേ, ഇതങ്ങ് ഹൊറിസോണ്ടൽ ആയി. ഹൊറിസോണ്ടൽ ആകുമ്പോൾ ഉള്ള ടെൻഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. ഇതങ്ങ് ഹൊറിസോണ്ടൽ ആയി കഴിഞ്ഞാൽ ഈ തീറ്റയുടെ വാല്യൂ എത്ര വരും? തീറ്റയുടെ വാല്യൂ 0 വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം mg ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 0. സൈൻ 0 എത്രയാ? സൈൻ 0 0 ആണ്. എന്ത് ഡിവൈഡ് ബൈ 0 വന്നാലും അത് എന്ത് വരുവാടാ? ഇൻഫിനിറ്റി എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ടെൻഷന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ് കിട്ടും. അഥവാ ഇൻഫിനിറ്റ്ലി ലാർജ് എന്നുള്ള ഓപ്ഷൻ 4 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാടാ, 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എ ബോയ് ഓഫ് മാസ് 40 കിലോഗ്രാം ഈസ് ഹാങ്ങിങ് ഫ്രം ദ ഹൊറിസോണ്ടൽ ബ്രാഞ്ച് ഓഫ് എ ട്രീ. അപ്പോൾ ഒരു ട്രീയുടെ ഹൊറിസോണ്ടൽ ബ്രാഞ്ച് ഉണ്ട്. അതിന്റെ അകത്തുനിന്ന് എന്ത് ചെയ്തേക്കുക? അതിനകത്തുനിന്ന് ഒരു കൊച്ചു ചെറുക്കനാണെങ്കിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുവാണ്. കൈയും വെച്ചാണ്. കൈ ഞാൻ കുറച്ച് നീട്ടി വരച്ചതാ. കൈയും വെച്ച് ഹാങ് ചെയ്ത് കിടക്കുവാണ്. ദ ടെൻഷൻ ഇൻ ഹിസ് ആം ഈസ് മിനിമം വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ആം ഈസ്. അപ്പം ആ കൈകളിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ എന്തായിരിക്കണം? ടെൻഷൻ മിനിമം ആവണമെങ്കിലുള്ള തീറ്റ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏത് തീറ്റ? ഈ കൈകൾക്കിടയിലുള്ള തീറ്റ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇവിടെ അയാൾ കിടക്കുവാണ്. എന്ത് ചെയ്യാം? അയാൾക്ക് താഴോട്ട് mg വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ ആണ്. ഇതാ 40 കിലോഗ്രാം ഉണ്ട്. സോ 40g ആയിരിക്കും എന്ത് ചെയ്യുന്നത്? താഴേക്ക് ആക്ട് ചെയ്യുന്നത്. ഈ കൈയിലേക്ക് എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. എനിക്ക് എന്ത് ചെയ്യാം? ഈ ടെൻഷനെ അങ്ങ് റിസോൾവ് ചെയ്യാം. ഞാൻ എന്താ ഇങ്ങനെ എടുക്കുവാണ് റിസോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ എനിക്ക് ഇവിടുത്തെ ആംഗിൾ തീറ്റാന്ന് കിട്ടും. ഇവിടുത്തെ ആംഗിൾ എന്ത് കിട്ടും? തീറ്റാന്ന് കിട്ടും. ഓക്കെ ആണേ. അപ്പൊ മേലേക്ക് റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കിനും ഈ ടീനെ റിസോൾവ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ t cos തീറ്റ എന്ന് കിട്ടും. ഈ ടീനെ റിസോൾവ് ചെയ്യുമ്പോഴും എനിക്ക് ഇവിടെ t cos തീറ്റ എന്ന് കിട്ടും. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? അവിടെ എനിക്ക് 2t cos തീറ്റ ആയിട്ട് എടുക്കാം. അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 2t cos തീറ്റ എന്ന് എടുക്കാം. ഓക്കെ ആണ്. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ബാലൻസ്ഡ് ആണെന്ന് എഴുതാം. എനിക്ക് ടെൻഷൻ ടി ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. സോ അല്ല, ടെൻഷൻ ടി ആണല്ലോ. ആ ടെൻഷൻ മിനിമം ആകുമ്പോഴുള്ള തീറ്റ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ അതിനെ ബാലൻസ് ചെയ്ത് എഴുതുന്നു. ഓക്കെ ആണ്. 2t cos തീറ്റ ഈസ് ഈക്വൽ ടു mg എന്ന് എനിക്ക് എഴുതാലോ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എനിക്ക് എഴുതാം. ഇവിടുന്ന് എനിക്ക് എന്ത് എഴുതാം? t ഈസ് ഈക്വൽ ടു mg ഡിവൈഡഡ് ബൈ 2 cos തീറ്റ എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇനി തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഏതാടാ? ഈ ആംഗിൾ ആണ് തീറ്റ. നോക്കി വെച്ചോണം. ആ ആംഗിൾ ആണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? മിനിമം ടെൻഷൻ ആവണം. മിനിമം ടെൻഷൻ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോസ് തീറ്റയുടെ വാല്യൂ മാക്സിമം ആവണം. കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ എത്രയാടാ? കോസ് തീറ്റയ്ക്കുള്ള മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ അവിടുത്തെ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണേ. ഇവിടെ ഇത്രയും ഭാഗത്തുള്ള ആംഗിൾ 0 ഡിഗ്രി ആണ്. അപ്പൊ ഇതും തീറ്റ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മൊത്തത്തിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും? 0 ഡിഗ്രി തന്നെ ആയിരിക്കും. സോ നമുക്ക് ഇവിടുന്ന് ആൻസർ കിട്ടും എന്ത്? തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആണ് ആൻസർ കിട്ടും. അഥവാ ഈ ഒരു കൊച്ചിന്റെ കൈയുടെ മിനിമം ടെൻഷൻ വരണം എന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെ പിടിക്കണം? ആ മരത്തിനോട് പാരലലായിട്ട് അവന്റെ രണ്ട് കൈകളും വിടർത്തി പിടിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും? 0 ഡിഗ്രി. ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 10 1 rupee coin are put on the top of each other on a table. Each coin has a mass m kilogram. Then the force on the 7th coin counted from the bottom due to all the coins on the top is. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളൊരു ടേബിളിന്റെ മണ്ടയിലായിട്ട് കുറെ 1 രൂപ കോയിൻ ഇങ്ങനെ അടുക്കി വെച്ചേക്കും. എത്ര 1 രൂപ കോയിൻ അടുക്കി വെച്ചിട്ടുണ്ട്? അങ്ങനെ നമ്മൾ 10 1 രൂപ കോയിൻ അടുക്കി വെച്ചിട്ടുണ്ട്. ഓരോ കോയിന്റെ മാസ് എത്രയെന്ന് പറയുന്നുണ്ട്? m കിലോഗ്രാം ആണ് ഓരോ കോയിന്റെ മാസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴ്ന്ന് എണ്ണുമ്പം 7ാമത്തെ കോയിനിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആര് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ്? മുകളിലുള്ള കോയിൻസ് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കട്ടെ, താഴെ എണ്ണുമ്പോഴത്തേക്കിനും 7ാമത്തെ കോയിൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരുന്നു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ 10 കോയിൻ ഉണ്ട്. ആ 7ാമത്തെ കോയിന്റെ മുകളിൽ എത്ര കോയിൻ കാണും? 3 കോയിൻ കാണും. അപ്പൊ ഈ 7ാമത്തെ കോയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏത് കാരണമായിരിക്കും? ആ മുകളിലിരിക്കുന്ന 3 കോയിന്റെ മാസ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ആയിരിക്കും 7ാമത്തെ കോയിനിൽ അനുഭവപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ 7th കോയിനിലുള്ള ഫോഴ്സ് എത്രയാന്ന് പറയാം, അല്ലെങ്കിൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് എത്രയാന്ന് പറയാം? ഒരെണ്ണത്തിന്റെ ആണെങ്കിൽ mg, അങ്ങനത്തെ 3 എണ്ണം ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാം എത്രയാ? 3 mg ആയിരിക്കും അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. In a tug of war, each of the two teams apply 1000 Newton force at the end of a rope which is found to be in equilibrium. Then the tension in the rope is. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് ടീമുണ്ട്. അവരെന്ത് ചെയ്യാണ്? ഒരു വടംവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടഗ് ഓഫ് വാർ എന്ന് വെച്ചാൽ വടംവലിയാണ്. വടംവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്? 1000 ന്യൂട്ടൺ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് വശത്തുനിന്നും അവർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റോപ്പ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന സമയത്ത് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടെൻഷൻ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ചെയ്തു നോക്കേണ്ട കാര്യമുണ്ടോ?
ചെയ്തു വെക്കേണ്ട കാര്യമില്ല. നമുക്ക് തേർഡ് ലോ വെച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇവിടെ ആ റോപ്പ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ടെൻഷനും എത്ര തന്നെ ആയിരിക്കും? ഇവിടെ ടെൻഷനും 1000 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. സോ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ, 30ാമത്തെ ക്വസ്റ്റ്യൻ. എ ലൈറ്റ് സ്ട്രിംഗ് passes over a frictionless pulley. To one of its end, a mass of 6 kg is attached, and to its other end, a mass of 10 kg is attached. The tension in the string will be. അപ്പോൾ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ലൈറ്റ് സ്ട്രിങ് ഉണ്ട്. അതൊരു ഫ്രിക്ഷൻലെസ് പുള്ളിയിലൂടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാണ്. അതിന്റെ രണ്ട് വശങ്ങളിൽ ഒരു വശത്തായിട്ട് 6 കിലോഗ്രാം മാസം, അടുത്ത വശത്തേക്ക് 10 കിലോഗ്രാം മാസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ റോപ്പിൽ ആക്ട് ചെയ്യുന്ന ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഫ്രീ ബോഡി ഡയഗ്രാം സെപ്പറേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വെച്ച് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ എങ്ങോട്ട് വരും? താഴേക്ക് വരും. കാര്യം അതാണ് മാസ് കൂടുതൽ വരുന്നത്. സോ അതിന്റെ ആക്സിലറേഷൻ താഴേക്ക് വരും. ഇവിടെ ഇതിന്റെ ആക്സിലറേഷൻ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. ഇവിടെ രണ്ടിടത്തും താഴേക്ക് എം ജി ആക്ട് ചെയ്യുന്നുണ്ടാകും. ഇവിടെ എം ജി എന്ന് പറയുന്നത് എത്രയാടാ? 60 ന്യൂട്ടൺ ആണ്. ഇവിടെ എം ജി എന്ന് പറയുന്നത് എത്രയാ? 100 ന്യൂട്ടൺ ആണ്. അതായത് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 6 കിലോഗ്രാമിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. താഴേക്ക് 60, മേലിലേക്ക് എത്രയാ? മേലിലേക്ക് ടെൻഷൻ ഉണ്ട്, മുകളിലേക്കാണ് ആക്സിലറേഷനും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് എഴുതാം T - 60 = എത്ര? എം എന്ന് എഴുതാം. അപ്പം എം എന്ന് പറയുന്നത് ഇവിടെ 6 കിലോഗ്രാം ആണ്. സോ 6 × A എന്ന് എഴുതാം. അതേപോലെ 10 കിലോഗ്രാമിന്റെ വരയ്ക്കുമ്പോഴത്തേക്കിനും ഇവിടെ നോക്കിയാൽ ആക്സിലറേഷൻ താഴേക്കാണ് വരുന്നത്. സോ ഞാൻ എന്ത് എഴുതേണ്ടി വരും? 100 - T = 10 A എന്ന് എഴുതേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യാം? എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ടെൻഷനെ കണ്ടുപിടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ അകത്ത്. എന്താ ഇക്വേഷൻ വരുന്നത്? T = 2 × m1 m2 ഡിവൈഡഡ് ബൈ m1 + m2 × g. ഇങ്ങനത്തെ ഇക്വേഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഭയങ്കര സമയലാഭമാണ്. 2 × m1 എന്ന് പറയുന്നത് എത്രയാ? 6 ആണ്. 6 × 10 കിലോഗ്രാം. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 10 + 6 എത്രയാടാ? 16 വരും. ഇൻറ്റു ജിക്ക് ഞാൻ എത്ര എടുക്കുക? 10 ന്യൂട്ടൺ 10 മീറ്റർ/സെക്കൻഡ് എന്ന് എടുക്കുവാണ്. സോ ഇവിടെ ക്യാൻസൽ ചെയ്യാം. 8, ഇവിടെ 5 ആവും, ഇവിടെ 3, ഇവിടെ 4 ആവും. ഈ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 ആവും. ഈ 2ഉം ഈ 10ഉം കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പൊ 3 × 5 × 5 25, 25 × 3 എന്ന് പറയുന്നത് എത്രയാടാ? 75 ന്യൂട്ടൺ എന്ന് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇത് കുറച്ചും കൂടെ ചുറ്റാം. നമുക്ക് പെട്ടെന്ന് വെട്ടിക്കളയാൻ വരുന്ന വാല്യൂസ് അല്ല വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തായാലും 1 മിനിറ്റ് നിൽക്കാൻ ചാൻസ് കുറവാണ്. ഓഫ് കോഴ്സ് ഇതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള വഴി. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഓപ്ഷൻ 2 ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.